തൃശൂർ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ സുന്ദരൻ ചേരമാൻ ഗുരുവന്ദനോത്സവം സമാപിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഉത്സവത്തിനെത്തിയത്. ഉത്സവത്തിന്റെ ഭാഗമായി അഴീക്കോട് മുനയ്ക്കൽ കടപ്പുറത്ത് വിശ്വാസികൾ പ്രാർത്ഥനയും ആരതിയും നടത്തി. ശൈവമത വിശ്വാസികളുടെ 274 തിരുപ്പതികളിൽ കേരളത്തിലെ ഏക തിരുപ്പതിയായ തൃശൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ സുന്ദരൻ ചേരമാൻ ഗുരുവന്ദനോത്സവത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. സുന്ദരമൂർത്തി നായനാരുടെ യാത്രാപഥങ്ങൾ തേടിയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അനുചരരും നാട്ടുകാരുമായ തമിഴ് വംശജർ 91 വർഷം മുമ്പ് കൊടുങ്ങല്ലൂരിലെത്തിയത്. യാത്രാ സൗകര്യവും വെള്ളവും വെളിച്ചവും ഭക്ഷണവും താമസ സൗകര്യവും ഒന്നുമില്ലാതിരുന്ന ആ കാലം മുതൽ ഇന്ന് വരെ അവരത് ഒരു ഉത്സവമാക്കി മാറ്റി. അതാണ് സുന്ദരൻ ചേരമാൻ ഗുരുവന്ദനോത്സവം. ഈ വർഷത്തെ ഉത്സവത്തിൽ മുമ്പില്ലാത്ത വിധം തീർത്ഥാടക പ്രവാഹമാണ് ഉണ്ടായതെന്ന് ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് പറഞ്ഞു. തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് കൈലാസത്തിലേക്കുള്ള നേരിട്ടുള്ളൊരു വഴി, കാരണം ശൈവഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു തീർത്ഥ കേന്ദ്രമാണിത്. വർഷങ്ങളായിട്ട് ഇത് നടന്നു വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ടാണ് കൂടുതൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അറിയിക്കാനും. കാരണം നമ്മുടെ നാട്ടിൽ പലർക്കും ഈ ക്ഷേത്രത്തിൽ ഈ ചടങ്ങിനെക്കുറിച്ച് പലർക്കും അറിയാമായിരുന്നില്ല. അപ്പോൾ തമിഴ്നാട്ടുകാരുടെ ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ വളരെ ലഘുവായ രീതിയിൽ നടന്നിരുന്ന ചടങ്ങാണ്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഇത് ഇവിടെ മീഡിയ വഴിയായാലും മറ്റ് മാധ്യമ വഴിയായാലും അത് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ സംസ്ഥാനങ്ങളുടെ ഒരു സംസ്കാര സമന്വയം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ടാണ് നടന്നത്. ഏകദേശം 5000-ൽ പരം ആളുകൾ എത്തിച്ചേർന്നിരുന്നു. കേരളക്കരയുടെ രാജനായിരുന്ന ചേരമാൻ പെരുമാളുമായുള്ള സൗഹൃദമാണ് സുന്ദരമൂർത്തി നായനാരെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത്. ശിവഭക്തരായിരുന്ന രണ്ടുപേരും കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് സ്വർഗാരോഹണം ചെയ്തതെന്നാണ് ഐതിഹ്യം. നായനാർ വെളുത്ത ആനയുടെ പുറത്തും പെരുമാൾ വെളുത്ത കുതിരയുടെ പുറത്തും സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണ സമയത്ത് പാട്ടുകാരനും കവിയുമായിരുന്ന നായനാർ കവിതകൾ എഴുതി താഴേക്കിട്ടുകൊണ്ടിരുന്നു. ആ കവിതകൾ വന്ന് വീണ മോഗേത്തൈ കടപ്പുറമാണ് ഇന്നത്തെ അഴീക്കോട് മുനയ്ക്കൽ കടപ്പുറമെന്നും വിശ്വസിച്ചു പോരുന്നു. ഉത്സവത്തിനെത്തുന്ന വിശ്വാസികൾ കടപ്പുറത്തെത്തി മണ്ണിൽ ശിവലിംഗങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥനയും ആരതിയും നടത്തിയ ശേഷമാണ് മടങ്ങുന്നത്. ജനം, തൃശൂർ.